ഇതില് വിളിച്ചു കൂവുന്ന സാധനം എന്താണ്? അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മള് ഒരു അഞ്ചാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. അത് ഇതിനകത്തുള്ള പരമത നിന്ദയാണ്. എന്നുവെച്ചാൽ ഈ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുമ്പോൾ അത് അറബിയിൽ ഇണത്തി പറയുമ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണ്? അതായത് ഇവിടെ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ. ഓക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതായത് അല്ലാഹു അല്ലാതെ വേറെ ദൈവമൊന്നുമില്ല എന്ന് ഞാനിവിടെ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അറബി പറയാണ്. അപ്പൊ എന്താ ഇവിടെ രാമനും കൃഷ്ണനൊക്കെ പിന്നെ മാങ്ങ പറിക്കാൻ പോകുന്നതാണ് നമ്മൾ ചോദിക്കണേ. അപ്പൊ ഇതേപോലെ ഉള്ള പരമത നിന്ദ, വേറെ ദൈവങ്ങളൊന്നും ഇവിടെ ഇല്ല, ഇവിടെ അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹുവാണ് വലിയവൻ എന്നിങ്ങനെ വിളിച്ചു പോവാണ്. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ അതിലൂടെ മറ്റ് താഴേക്ക് വരുമ്പോൾ അതിലേക്ക് നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. എന്ന് വെച്ചാൽ നിസ്കരിക്കുന്നവർക്ക് വിജയമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ അമ്പലത്തിൽ പോകുന്നവർക്ക് വിജയമൊന്നുമില്ലേ? ചർച്ചിൽ പോകുന്ന ആളുകൾക്ക് വിജയമൊന്നുമില്ല. അവരും അവരുടെ ജീവിതത്തിലും അവരുടെ പരലോകത്ത് ജയിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരെ കളിയാക്കുന്നു, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു, അവരുടെ രീതികളെ അവിടെ കൊച്ചാക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്.